ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ പുതിയ വയറിംഗ് ചെയ്ത സമയത്ത് പുതിയ വീടാണെങ്കിൽ 3 ഫേസ് DB വെച്ചു. DB വെച്ചിട്ട് അതിൽ വെച്ചിരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ വെച്ചിരിക്കുന്നത് നമ്മൾ 3 ഫേസ് DB 8 വേ DB ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ ബാറുകൾ നമുക്ക് നോക്കാം. ഇത് ന്യൂട്രൽ ബാറാണ് വരുന്നത്. 2 ന്യൂട്രൽ ബാർ വന്നിട്ടുണ്ട്. പല കമ്പനികളും പല രീതിയിലാണ് വരുന്നത്. ന്യൂട്രൽ ലിങ്ക്, അതായത് ന്യൂട്രൽ നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന സർക്യൂട്ടുകളുടെ ന്യൂട്രലുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ബാർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എർത്ത് കൊടുക്കാനും എർത്ത് ബാർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ സെലക്ടർ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ RCCB ഐസൊലേറ്റർ വരുന്നത്. ഈ സെക്ഷനിലാണ് നമ്മുടെ ഓരോ ഫേസിനും വേണ്ടി വരുന്ന MCBകൾ വരുന്നത്. ഓരോ സെക്ഷനിലും ഓരോ ഫേസ് സെക്ഷനിലും 8 MCB വെച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് 8 വേ എന്ന് പറയുന്നത്. 8 3 24 MCB നമുക്ക് ഈ 8 വേ DBയിൽ കൊടുക്കാം. 6 വേ DB ആവുന്ന സമയത്ത് 6 3 18 MCB ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ റൂമുകളിലേക്ക് വലിക്കുന്ന മെയിൻ സർക്യൂട്ടുകൾ നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് റൂമിലേക്ക് വരുന്ന സർക്യൂട്ടുകൾ മെയിനായിട്ട് 7 വയറുകളാണ് നമ്മൾ വലിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. ആദ്യമേ തന്നെ AC-യുടെ 2 വയർ 2.5 വയറാണ് നമ്മൾ AC-ക്ക് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2.5 വയർ യെല്ലോയും ബ്ലൂവുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റെഡ് ഇല്ലാത്തത് കൊണ്ട് യെല്ലോ ഫേസ് ആയിട്ടും ബ്ലൂ ന്യൂട്രലായിട്ടും വരുന്നത്. അതാണ് AC-യുടെ 2 വയർ വരുന്നത്. പിന്നെ അതേ റൂമിൽ തന്നെയാണ് സാധാ ഫേസ് വരുന്നത്. ഫേസ് 2.5 വയർ കൊടുത്തിരിക്കുന്നത്. 2.5 റെഡ് കൊടുത്തു, 2.5 ബ്ലാക്ക് ന്യൂട്രലായിട്ട് കൊടുത്തു, 1.5 യെല്ലോ ഇൻവെർട്ടറായിട്ട് കൊടുത്തു, 1.5 നീല മാസ്റ്ററായിട്ട് കൊടുത്തു, 1.5 ഗ്രീൻ എർത്തായിട്ട് കൊടുത്തു. അപ്പോൾ RYB എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് വരുന്നത്. അത് പ്രിഫറൻസ് വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഒരു സർക്യൂട്ടിൽ വരുന്നത് മെയിനായിട്ട് റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. അതുപോലെ തന്നെ AC-യുടെ സർക്യൂട്ടിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്ന് പറയുന്നത് AC-യുടെ എർത്ത് എന്ന് പറയുന്നത് ആ റൂമിൻ്റെ എർത്തിൽ തന്നെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു 7 വയറുകളാണ് സാധാരണ വരുന്നത്. അപ്പോൾ നമ്മൾ റൂമുകളിലേക്ക് വലിക്കുന്നത് മെയിൻ സർക്യൂട്ട് 2.5 ആയതുകൊണ്ട് ഹീറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് വലിക്കേണ്ട കാര്യമില്ല. റൂമിൽ നമ്മൾ 1.5 സർക്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ AC-ക്ക് 2.5ഉം റൂമിലേക്ക് 1.5 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഹീറ്ററിന് ഓപ്ഷനായിട്ട് സെപ്പറേറ്റ് ഒരു വയർ കൂടി 2.5 വലിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ 1.5 കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ റൂം സർക്യൂട്ട് 2.5 വലിക്കുന്നതുകൊണ്ട് നമുക്ക് ഹീറ്ററിന് വാട്ടർ ഹീറ്റർ, അതായത് ബാത്റൂമിലെ വാട്ടർ ഹീറ്ററിന് സെപ്പറേറ്റ് വയർ കൊടുക്കേണ്ട കാര്യമില്ല. 2.5 വരുന്ന റൂം സർക്യൂട്ടിൽ നിന്നാണ് നമ്മുടെ വാട്ടർ ഹീറ്ററിനുള്ള സപ്ലൈയും അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൂടാതെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You say